നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ബൈസൺ വാലി ചൊക്രമുടിയിലെ അനധികൃത കയ്യേറ്റം തടയാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് കോൺഗ്രസ്. നിലവിലെ അവസ്ഥയിൽ കയ്യേറ്റം തുടർന്നാൽ വൻ ദുരന്തത്തിന് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും. അനധികൃത കയ്യേറ്റത്തിന് കൂട്ടുനിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നേതൃത്വം. കട്ടപ്പന ഇടുക്കിക്കവല പള്ളിക്കവല ബൈപ്പാസ് റോഡിന്റെ സമീപത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നടപടി ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ നേരിടുന്ന പ്രതിസന്ധി HCN വാർത്തയാക്കിയിരുന്നു. ഇതേ തുടർന്ന് ഹൗസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വണ്ടിപ്പെരിയാർ വെള്ളക്കടവിൽ കാട്ടാനക്കൂട്ടമെത്തി. ഓണത്തിന് വിളവെടുക്കാൻ പാകമായിരുന്ന 1/2 ഏക്കറോളം സ്ഥലത്തെ വാഴകൃഷി കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ബാങ്ക് ജപ്തിയെ തുടർന്ന് കിടക്കുന്ന സ്ഥലത്തെ മലമൂത്ര വിസർജനം തടയാൻ നടപടിയുമായി നഗരസഭ. വിഷയത്തിൽ ബാങ്കിന് നോട്ടീസ് നൽകുമെന്ന് നഗരസഭാ സെക്രട്ടറി. പൊതു ഇടങ്ങളിലെ മലമൂത്ര വിസർജനത്തിനെതിരെ നഗരസഭാ ആരോഗ്യ വിഭാഗം ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വൈസ് ചെയർമാൻ. വിശദമായ വാർത്തകളിലേക്ക്. ബൈസൺ വാലി ചൊക്രമുടിയിലെ അനധികൃത കയ്യേറ്റം തടയാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് കോൺഗ്രസ് നേതൃത്വം. നിലവിലെ അവസ്ഥയിൽ കയ്യേറ്റം തുടർന്നാൽ വൻ ദുരന്തത്തിന് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും. അനധികൃത കയ്യേറ്റത്തിന് കൂട്ടുനിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. തമിഴ്നാട് സ്വദേശിയുടെ നേതൃത്വത്തിലാണ് മൂന്നാർ ഗ്യാപ് റോഡിന് താഴ്ഭാഗത്ത് വൻകിട കയ്യേറ്റം നടന്നിരിക്കുന്നത്. വീട് നിർമ്മിക്കാൻ ലഭിച്ച NOCയുടെ മറവിൽ ഏക്കർ കണക്കിന് സർക്കാർ ഭൂമി കയ്യേറുകയും 100 കണക്കിന് മരങ്ങൾ മുറിച്ചു കടത്തുകയും ചെയ്തു. മേഖലയിൽ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. അനധികൃത നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശം ഗ്യാപ് റോഡിൽ പതിവായി മണ്ണിടിച്ചിലുണ്ടാകുന്ന പ്രദേശത്തിന് സമീപത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. കയ്യേറ്റം നടന്ന പ്രദേശം ഇടുക്കി DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ സന്ദർശിച്ചു. ഭൂമിക്ക് അനധികൃത രേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. ഇത് സർക്കാരിന്റേതാണോ എന്നുള്ളത് പരിശോധിക്കണം. സബ് കളക്ടർ കൃത്യമായിട്ട് ഇതിന്റെ ഇടപെടണം. തീരുമാനം ഉണ്ടാകണം. സന്ദർശിച്ചിട്ട് പോയാൽ പോരാ. ജില്ലാ കളക്ടറുടെ പരാതി കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി പരാതി കൊടുത്തിട്ടുണ്ട്. ആ പാർട്ടിയുടെ പരാതി ഉൾപ്പെടെ പരിശോധിച്ച് ഇവിടെ നൽകിയിട്ടുള്ള ഈ മേഖലയില് ഇവിടെ ഒറ്റമരം മുതൽ ഗ്യാപ് റോഡ് വരെ ഈ മേഖലയിൽ മുകൾ ഭാഗത്ത് കോളനിക്ക് മുകൾ ഭാഗത്ത് ആളുകൾ താമസിക്കുന്നതിന് മുകൾ ഭാഗത്ത് നടത്തിയിട്ടുള്ള ഈ ഇടപെടലുകളെ കുറിച്ച് മുഴുവൻ പരിശോധിക്കണം. നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച് പരിശോധിക്കണം. പട്ടയം ഉള്ളത് ഏതാണെന്ന് പരിശോധിക്കണം. വ്യാജ പട്ടയങ്ങളുടെ മറവിൽ നടത്തിയിട്ടുള്ള എല്ലാ നിർമ്മാണങ്ങളും ഇടിച്ചു നിരത്താനുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകണം. റെഡ് സോണിൽ ഉൾപ്പെട്ട ഭൂമിയിൽ വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പാറ ഖനനത്തിനും അനുമതി ലഭിച്ചതിലും ദുരൂഹത ഉയരുന്നുണ്ട്. കട്ടപ്പന ഇടുക്കിക്കവല പള്ളിക്കവല ബൈപ്പാസ് റോഡിന്റെ സമീപത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നടപടി ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ നേരിടുന്ന പ്രതിസന്ധി HCN വാർത്തയാക്കിയിരുന്നു. ഇതേ തുടർന്ന് ഹൗസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ചു. കട്ടപ്പന ഇടുക്കിക്കവല പള്ളിക്കവല ബൈപ്പാസ് റോഡിന് സമീപത്തുള്ള ഹൗസിംഗ് ബോർഡ് വക സ്ഥലത്താണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നത്. നാളുകളായി വലിയ തോതിൽ വെള്ളം ഇവിടെ കെട്ടിക്കിടന്നിരുന്നതിനാൽ കൊതുക് പെരുകുന്നതിന് കാരണമായി. ഇതോടൊപ്പം സാമൂഹിക വിരുദ്ധരുടെ മാലിന്യം തള്ളൽ കേന്ദ്രമായും ഇവിടം മാറി. നാട്ടുകാരുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്കും കളക്ടർക്കും പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ഇതോടെ മേഖലയിലെ ആളുകൾ പ്രതിഷേധത്തിനും ഒരുങ്ങിയിരുന്നു. തുടർന്നാണ് HCN സംഭവം വാർത്തയാക്കിയത്. എന്നിട്ടും നഗരസഭ ആരോഗ്യ വിഭാഗം നടപടി സ്വീകരിക്കാതായതോടെ റോയൽ സിറ്റി റെസിഡൻസ് അസോസിയേഷനും അനശ്വര SHGയും ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനകളും രംഗത്തെത്തി. തുടർന്ന് ഹൗസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നസറുദ്ദീൻ സ്ഥലം സന്ദർശിക്കുകയായിരുന്നു. വിഷയം ഗൗരവമായി കാണുമെന്നും അടുത്ത ദിവസം തന്നെ വിഷയത്തിൽ നടപടി സ്വീകരിക്കുമെന്നും ഹൗസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നസറുദ്ദീൻ അറിയിച്ചു. ബോർഡ് മെമ്പറുമായിട്ട് സംസാരിച്ചിട്ട് സാർ അത് പ്രസൻറ്റ് ചെയ്യും ബോർഡിൽ. പക്ഷേ ബേസായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പ്രാഥമികമായിട്ട് സാറിന് പ്രസൻറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിലേക്ക് വേണ്ടി പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. അതിനിവിടെ ഇത് നമ്മുടെ അലോട്ടികളാണ് ഇവരൊക്കെ. ഞങ്ങൾ വസ്തു ഡിവൈഡ് ചെയ്ത് കൊടുത്ത് പൈസ കൊടുത്ത് ഞങ്ങളാണ് ആധാരം കൊടുത്തിട്ടുള്ളത്. ഹൗസിംഗ് ബോർഡ് ഈ ഹൗസിംഗ് ബോർഡ് റെസിഡൻഷ്യൽ അസോസിയേഷൻ എന്നാണ് ഈ അസോസിയേഷൻ്റെ പേരും തന്നെ. അവർ റെപ്രസെൻറ്റേഷൻ തന്നു കഴിഞ്ഞാൽ ബോർഡ് പരിഗണിക്കും.
നഗരസഭയായിട്ടുള്ള സഹകരണം ഉണ്ടാവുമോ? നഗരസഭയ്ക്ക് വേണമെങ്കിൽ ഇതിൽ പങ്കുചേരാം, എന്തുവേണോ ചേരാം, ആർക്കുവേണോ ഇതിൽ അത് അവർ തീരുമാനിക്കും. അസോസിയേഷന് ഇത് ഹൗസിംഗ് ബോർഡിൻ്റെ ലാൻഡാണ്, ഇത്രയും ഹൗസിംഗ് ബോർഡിൻ്റെ അലോട്ടികളാണ്. അപ്പോൾ ഹൗസിംഗ് ബോർഡിൻ്റെ അലോട്ടി എന്ന നിലയിൽ ബോർഡിൽ ഇങ്ങനെ റെപ്രസെൻറ്റേഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബോർഡ് അത് പരിഗണിക്കും, അവർക്ക് അനുകൂലമായിട്ട് ചെയ്തു കൊടുക്കും. കാര്യം ഇവിടെ കൊതുക് വളർന്ന് ഈ നാട്ടിൽ എല്ലാവരെയും കൊതുകിന് പിന്നെ മനുഷ്യരെ എവിടെ പോലും പോയി കടിക്കില്ലേ. മറ്റ് പല വെള്ളക്കെട്ടുകളിലും വീണ്ടും കൊതുക് മുട്ടയിട്ട് ആകെ പ്രശ്നങ്ങളാവുകയല്ലേ ചെയ്യണത്. ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ. നഗരസഭ ആരോഗ്യ വിഭാഗം മാരക രോഗം പടർത്തുന്ന കൊതുകുകളെ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഹൗസിംഗ് ബോർഡ് അധികൃതർ അനുകൂലമായ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി PA ജോസ് പറഞ്ഞു. ദിവസത്തെ HCN വാർത്തകളെ തുടർന്ന് കട്ടപ്പന ടൗൺ ഹാൾ റോഡ് ബൈപ്പാസ് റോഡിന് വലതുവശം വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ട് അവിടെ വളരെ മാരകമായ രീതിയിലുള്ള കൊതുകുകളെ ആരോഗ്യ വിഭാഗം കണ്ടെത്തി. അതിനെ തുടർന്ന് ഹൗസിംഗ് ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വന്ന് നേരിട്ട് സ്ഥലം സന്ദർശിക്കുകയും അതിൻ്റെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ ഇതിന് അനുകൂലമായിട്ട് ഇത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഉടനെ തീരുമാനം ഉണ്ടാകുമെന്ന് ഉള്ള ഉറപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോയൽ സിറ്റി റെസിഡൻസ് അസോസിയേഷന് ഉറപ്പ് തന്നിട്ടുണ്ട്. മേഖല ശുചീകരിക്കുന്നതിനോടൊപ്പം ബൈപ്പാസ് റോഡിന്റെ ഈ പ്രദേശം വിശ്രമ കേന്ദ്രമാക്കുന്നതിനുള്ള നടപടികളാകും ഉണ്ടാകുക. പ്രശ്നപരിഹാരമുണ്ടാകുന്നതോടെ വർഷങ്ങളായി തങ്ങൾ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്നും നാട്ടുകാർ പറഞ്ഞു. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വണ്ടിപ്പെരിയാർ വെള്ളക്കടവിൽ കാട്ടാനക്കൂട്ടമെത്തി. ഓണത്തിന് വിളവെടുക്കാൻ പാകമായിരുന്ന 1/2 ഏക്കറോളം സ്ഥലത്തെ വാഴകൃഷി കാട്ടാനക്കൂട്ടം വ്യാപകമായി നശിപ്പിച്ചു. പെരിയാർ കടുവാ സങ്കേതത്തിന്റെ അതിർത്തിയാണ് വള്ളക്കടവ് പ്രദേശം. അതിർത്തിയിൽ നിന്ന് പെരിയാർ നദി കടന്ന അമ്പലപ്പടി റോഡിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. ഇവിടുന്ന് വഞ്ചിവയൽ സ്കൂളിന് സമീപവും എത്തി. കാട്ടാനക്കൂട്ടം എത്തിയതെറിഞ്ഞ് നാട്ടുകാർ വനപാലകരെ വിവരമറിയിച്ചു. ഇതനുസരിച്ച് ഇവർ സ്ഥലത്തെത്തി കാട്ടാനക്കൂട്ടത്തെ കാട് കയറ്റാനുള്ള നടപടികൾ ആരംഭിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഇതിനിടയിൽ കാട്ടാനക്കൂട്ടം അമ്പലപ്പടി മുല്ലൂപ്പറമ്പിൽ മുരളീധരന്റെ പറമ്പിലെ കൃഷിദേഹണ്ഡങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു. ഓണത്തോടനുബന്ധിച്ച് വിളവെടുക്കാൻ പാകമായിരുന്ന 1/2 ഏക്കറോളം സ്ഥലത്തെ വാഴകൃഷി കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. വന്യമൃഗങ്ങൾ കൃഷിസ്ഥലത്തേക്ക് കടക്കുന്നത് തടയാൻ വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് കർഷകർ ആരോപിച്ചു. മനുഷ്യര് എന്തെങ്കിലും വന്നാൽ ഇവരെന്നാ പറയും. ലാസ്റ്റ് ഇവിടെ ഞാൻ കൊച്ചുകൂടെ ഇപ്പം നേരം വെളുത്ത് ഇവിടെ വരുമ്പോൾ ആന പറഞ്ഞിരിക്കുക. അന്നേരമാണ് ജീപ്പേന്ന് അവരെ വിളിക്കുന്നത്. അവരെ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ വരുന്നത്. എന്നിട്ടാണ് റോഡിൽ കൂടെ കയറിപ്പോയി. ഈ വണ്ടി ഓടുന്ന റോഡും വെളുപ്പിനെ നടക്കാൻ വരുന്നവരുമുണ്ട്. ആർക്കെങ്കിലും ഒരു മനുഷ്യനൊരു ജീവകാര്യം സംഭവിച്ചാൽ ആര് സമാനം പള്ളിയിൽ പോകുന്നവര് മുസ്ലിം പള്ളിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. വാഹനത്തിൽ ഇരുന്നപ്പോഴാണ് ഞാൻ ഇവിടുന്ന് വിളിക്കുന്നത്. അവരിവിടെ വന്ന് അവരെ വിളിച്ചു കാണിച്ചതാ. ആന ഈ ഷാജിയുടെ പറമ്പിൽ നിൽപ്പുണ്ട്. അപ്പോൾ അന്നേരം അവർ വെടിവെക്കുകയാണെങ്കിൽ ആന ഇറങ്ങി ഇതിലെ പോയേനെ. എങ്കിൽ ഇത്രയും കൃഷി നശിപ്പിക്കുകയല്ല. പ്രദേശത്തെ മറ്റു കർഷകരുടെ കൃഷിയിടങ്ങളിലും കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് കാട്ടാനക്കൂട്ടം തിരിച്ചു കാട്ടിലേക്ക് മടങ്ങിയത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ബാങ്ക് ജപ്തിയെ തുടർന്ന് കിടക്കുന്ന സ്ഥലത്തെ മലമൂത്ര വിസർജനം തടയാൻ നടപടിയുമായി നഗരസഭ. വിഷയത്തിൽ ബാങ്കിന് നോട്ടീസ് നൽകുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. പൊതു ഇടങ്ങളിലെ മലമൂത്ര വിസർജനത്തിനെതിരെ നഗരസഭ ആരോഗ്യ വിഭാഗം ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വൈസ് ചെയർമാനും വ്യക്തമാക്കി. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന്റെ സമീപത്താണ് കേരള ബാങ്ക് ജപ്തിയെ തുടർന്നുള്ള സ്ഥലം പൊതു ശൗചാലയം എന്നോണം പാഴ്ഭൂമിയായി കിടക്കുന്നത്. മുൻപിവിടം കാട് പിടിച്ചു കിടക്കുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചതോടെ നഗരസഭയുടെ നിർദ്ദേശപ്രകാരം ബാങ്ക് അധികൃതർ ഇവിടുത്തെ കാടുപടലങ്ങൾ വെട്ടിമാറ്റിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടം പൊതു ശൗചാലയം എന്ന രീതിയിലാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. മലമൂത്ര വിസർജനത്തിനൊപ്പം അതിഥി തൊഴിലാളികളടക്കം ലഹരി വസ്തുക്കളുടെ കൈമാറ്റവും ഇവിടെ വെച്ച് തന്നെയാണ് നടത്തുന്നത്. ഇക്കാര്യങ്ങൾ കൊണ്ട് നാളുകളായി ഈ ഭൂമി വേലി കെട്ടിത്തിരിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ നടപടി ഉണ്ടായില്ല. ഈ സാഹചര്യത്തിൽ വിഷയം അധികാരികളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനായി എത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ മദ്യപ സംഘത്തിന്റെ ആക്രമണവുമുണ്ടായി. ഈ സാഹചര്യത്തിൽ വിഷയം ഗൗരവമായി കണ്ട് ഭൂമി വേലികെട്ടി സംരക്ഷിക്കാൻ ബാങ്ക് അധികൃതർക്ക് നോട്ടീസ് നൽകുമെന്ന് നഗരസഭാ സെക്രട്ടറി R മണികണ്ഠൻ വ്യക്തമാക്കി. കഴിഞ്ഞ കുറച്ച് നാളുകളായി കാട് പിടിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അത് നമ്മൾ കണ്ടെത്തിയതിനെ തുടർന്ന് കത്ത് നൽകുകയും ഇത് വൃത്തിയാക്കി സൂക്ഷിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ നിലവിൽ അത് സാമൂഹ്യ വിരുദ്ധരോ അല്ലാത്തൊരു ആൾക്കാരുകളെല്ലാം അത് ഉപയോഗിക്കുകയും കഴിഞ്ഞ ദിവസം തന്നെ അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ചെയ്യാൻ പോയ ആൾക്കാർക്കെതിരായിട്ടുള്ള ഒരു ആക്രമണ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതുപോലെ ആ സ്ഥലത്ത് മലമൂത്ര വിസർജനത്തിനൊക്കെ ഉപയോഗിക്കുന്ന വഴി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലത്തിലാണ് റോഡ് സൈഡും എല്ലാം വന്നിട്ടുള്ളതെന്ന് അറിയുന്നു. അപ്പോൾ ഇത് പരിഗണിച്ചുകൊണ്ട് നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ കേരള ബാങ്കിന് നോട്ടീസ് നൽകുന്നതിനും തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള കത്ത് നമ്മൾ ഉടൻ തന്നെ നൽകുന്നതാണ് എന്നിവരാണ് അറിയിക്കുന്നത്. സാറേ, ഈ പൊതുസ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള മലമൂത്ര വിസർജനം നടത്തുന്നതിനെതിരെ ഒരു നഗരസഭ വീണ്ടും നടപടിയിലേക്ക് നീങ്ങുന്നുണ്ട്. നടപടിയിലേക്ക് നീങ്ങും. ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ അത്തരത്തിലുള്ള ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. നഗരസഭയുടെ ഭാഗത്തു നിന്നും ബാങ്കിന് നോട്ടീസ് അടക്കമുള്ള നടപടികൾ നൽകുമെന്നും പൊതു ഇടങ്ങളിലെ മലമൂത്ര വിസർജനത്തിനെതിരെ നഗരസഭ ആരോഗ്യ വിഭാഗം നടപടി സ്വീകരിക്കുമെന്നും വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി പറഞ്ഞു. നമ്മുടെ പബ്ലിക് ടോയ്ലറ്റ് സൗകര്യം ബസ് സ്റ്റാൻഡിൽ പൂർണ്ണമായി ഉണ്ടായിട്ടും ആ പ്രദേശത്ത് കാട് കയറി കിടക്കുകയാണ്. അവിടുന്നൊരു വഴി കാണുന്നുണ്ട്. ആ വഴിയിൽ കയറി ഈ മലമൂത്ര വിസർജനം നടത്തുന്നതിൻ്റെ ഭാഗമായി അതുവഴി പോകുന്ന നീർച്ചാലുകളിലേക്ക് ഒഴുകിയെത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ഗൗരവമായി കാണുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല, അവിടെ പാർക്ക് ചെയ്യുന്ന അതിലെ കയറി പോകുമ്പോൾ പാർക്ക് ചെയ്യുന്ന ചില വാഹനങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ നമ്പറുകൾ പരിശോധിച്ചതിൽ നിന്നും നമുക്ക് കിട്ടുന്ന വിവരമാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ നമ്പറുകളല്ല എന്ന തരത്തിൽ പോലുമുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടി വരുന്നുണ്ട്. ആയതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ വളരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതിനാവശ്യമായ ഒരു തീരുമാനത്തിലേക്ക് മുനിസിപ്പാലിറ്റിക്ക് പോകേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അത്തരത്തിലുള്ള കത്തുകളും മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, അവിടെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ വിവരങ്ങളെ സംബന്ധിച്ചും അന്വേഷിക്കണമെന്ന് പോലീസിനോടും അഭ്യർത്ഥിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ പൊതു ശൗചാലയം ഉണ്ടെങ്കിലും ആളുകൾ ഇത്തരത്തിലെ പ്രവണതയിലേക്ക് കടക്കുന്നത് ടൗണിന്റെ ശുചിത്വത്തെയും വിപരീതമായി ബാധിക്കുന്നുണ്ട്. കട്ടപ്പന കല്യാണത്തണ്ടിലെ ഭൂവിഷയങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. പതിറ്റാണ്ടുകളായി കല്യാണത്തണ്ട് മേഖലയിൽ കൃഷി ചെയ്ത് ഉപജീവനം കഴിഞ്ഞു വന്നിരുന്ന ജനങ്ങളെ ഇറക്കിവിടുവാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചത്. കട്ടപ്പന ഇടുക്കിക്കവലിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി വില്ലേജ് ഓഫീസ് പടിക്കൽ സമാപിച്ചു. ആകുലതകളും ആശങ്കകളും പരിഹരിക്കാതെ കർഷക വിരുദ്ധ നിലപാടുകൾ തുടർക്കഥയാക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കർഷക വഞ്ചനയ്ക്കെതിരായി തുടർന്ന് നടന്ന സമരം AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിൽ അധ്വാനിക്കുന്ന കൃഷിക്കാർ, കുടിയേറ്റ കൃഷിക്കാർ, അവരെ അപമാനിച്ചും അവരെ നിരാരംഭരാക്കിക്കൊണ്ട് എന്ത് ചെയ്യാമെന്ന ധാരണ റവന്യൂ അധികാരികൾക്കുണ്ടെങ്കിൽ നടക്കാവുന്ന പ്രശ്നമില്ലെന്ന കാര്യം മുന്നറിയിപ്പ് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതൊരു സൂചനയാണ്, ഒരു സംശയം വേണ്ട. ഇവിടെ കല്യാണത്തണ്ട് മേഖലയിൽ വെള്ളയാൻകുടിയുടെ ഇടതുവശത്തുന്ന മുഴുവൻ പ്രദേശത്തെയും ആളുകൾ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എന്നും പറഞ്ഞ് നിങ്ങൾ കുറച്ചു പേർക്ക് 250 ആൾക്ക് നോട്ടീസ് കൊടുത്തല്ലോ. നിങ്ങൾ ഭരിക്കുന്ന സമയത്തല്ലായിരുന്നു, നിങ്ങൾ പിൻവലിച്ചല്ലേ നോട്ടീസ്? വലിയ വിഭജന പ്രക്ഷോഭത്തിൽ പിൻവലിക്കേണ്ടി വന്നു. അതിനേക്കാൾ വലിയ വിഭജന പ്രക്ഷോഭം ഇന്ത്യയിലേക്ക് നയിക്കാനുള്ള ശേഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനകീയ പ്രശ്നത്തിൽ പ്രതിഷേധിക്കാൻ നേതൃത്വം കൊടുത്ത മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെയും മറ്റ് സഹപ്രവർത്തകന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ധർണ ഉദ്ഘാടനം അറിയിക്കുന്നു, മാർച്ച് ഉദ്ഘാടനം അറിയിക്കുന്നു. നമസ്കാരം. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. ഒരു കാര്യം റവന്യൂ ഉദ്യോഗസ്ഥന്മാരോടും ഭരണക്കാരോടും പറയുകയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം കല്യാണത്തണ്ടിൽ നിന്ന് ഒരാളെ പോലും ഇറക്കി വിടുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുവദിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ പല പ്രാവശ്യം നിങ്ങൾ പലതും നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും നടന്നിട്ടില്ല, ഇനി നടക്കാനും പോകുന്നില്ല. നിങ്ങളെ ഈ ആടിനെ പിടിച്ച് പട്ടിയാക്കുന്ന പരിപാടി നിങ്ങൾ ആദ്യം നിർത്ത്. നിങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവൂ. അവിടെ താമസിക്കുന്ന ആളുകൾ അവരെ നിയമവിരുദ്ധമായി ഒന്നും ചെയ്ത ആളുകളല്ല. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിച്ചു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. KPCC സെക്രട്ടറി തോമസ് രാജൻ, കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട്, സമരസമിതി ചെയർമാൻ ബിജു ചക്കുംചിറ, നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, അഡ്വക്കേറ്റ് KJ ബെന്നി, ഷൈനി സണ്ണി, മനോജ് മുരളി, പ്രശാന്ത് രാജു, ബീന ജോബി, ഷാജി വെള്ളമാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകളും സമരത്തിൽ പങ്കെടുത്തു.
കുടുംബത്തിൽ അനർത്ഥങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശിയെ പീരുമേട് പോലീസ് അറസ്റ്റ് ചെയ്തു. തേനി പെരിയകുളം സ്വദേശിയായ ഭൂപതിയെയാണ് പീരുമേട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏലപ്പാറ കോഴിക്കാനം 1-ാം ഡിവിഷൻ തോട്ടം മേഖലയിൽ താമസിക്കുന്ന വീട്ടിൽ കയറിയാണ് ഇയാൾ ഭീഷണിപ്പെടുത്തി പണം തട്ടിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത്. അച്ഛനും അമ്മയും പുറത്തുപോയ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന 2 കുട്ടികളെ കബളിപ്പിച്ചാണ് തമിഴ്നാട് പെരിയകുളം സ്വദേശിയായ ഭൂപതി മൂക്കുത്തിയടക്കം കൈവശപ്പെടുത്തിയത്. ഇയാൾ വീട്ടിലെത്തി കുട്ടികളുടെ മുന്നിൽ മായാജാലം കാണിക്കുകയും തുടർന്ന് ഇവരുടെ മാതാപിതാക്കൾക്ക് ആപത്തു വരാനിരിക്കുന്നുവെന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്തു. ഇതിനുള്ള പ്രതിവിധിക്കായി 4000 രൂപ ആവശ്യപ്പെട്ടു. ഇത് കൊടുക്കാൻ ഇല്ലാതിരുന്നതിനാൽ ഇവരുടെ കയ്യിലെ ആഭരണങ്ങൾ വാങ്ങി ഇയാൾ കടന്നുകളയുകയായിരുന്നു. പിന്നീട് വീട്ടുകാർ സംഭവമറിഞ്ഞതോടെ സമീപവാസികളോട് ഇക്കാര്യം അറിയിച്ചു. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിലാണ് ഭൂപതിയെ പിടികൂടിയത്. പിന്നീട് പീരുമേട് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. സമീപ നാളുകളായി പീരുമേട്ടിലെ തോട്ടം മേഖല കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഭാവി പ്രവചനമടക്കം നടത്തുന്ന ആളുകൾ അന്യസംസ്ഥാനത്തു നിന്ന് എത്തുന്നത് വ്യാപകമായിരിക്കുകയാണ്. കട്ടപ്പന ITI ജംഗ്ഷനിൽ ഓട്ടോറിക്ഷയെ മറികടക്കുന്നതിനിടെ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. അപകടത്തിൽ പരിക്കേറ്റവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കട്ടപ്പന ഭാഗത്തു നിന്നും പോയ കാർ വളവിൽ ഓട്ടോറിക്ഷയെ മറികടക്കുന്നതിനിടെ എതിരെ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിനിടയാക്കിയ ആൾട്ടോ കാറിന്റെയും ഓട്ടോറിക്ഷയുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു. എതിരെ വന്ന വാഗണാർ കാറിന്റെ മുൻവശത്തെ ടയർ ഇടിയുടെ ആഘാതത്തിൽ പൊട്ടി. കട്ടപ്പന പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും നടത്തിയ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് റോഡിൽ നിന്നും വാഹനങ്ങൾ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അപകടത്തിൽ പരിക്കേറ്റവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 മാസത്തിനിടെ 5ഓളം അപകടങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നടന്ന ക്രമക്കേടുകളിൽ 4 ജീവനക്കാരെ മാത്രം പിരിച്ചുവിട്ടുകൊണ്ടുള്ള പ്രഹസന നടപടികൾ മാത്രമാണ് ഉണ്ടായതെന്ന് കോൺഗ്രസ് നേതൃത്വം. സമഗ്ര അന്വേഷണത്തിലൂടെ ക്രമക്കേടുകളിൽ പങ്കുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളിൽ നടന്ന വൻ ക്രമക്കേടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 4 ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്തു. എന്നാൽ കാലാകാലങ്ങളായി തൊഴിലുറപ്പ് പദ്ധതിയിൽ നടന്നു വന്നിരുന്ന ക്രമക്കേടുകൾ കൂടി കണ്ടെത്തുകയും സമഗ്ര അന്വേഷണം നടത്തി ക്രമക്കേടുകളിൽ പങ്കുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ നടന്നുവെന്ന് പറയപ്പെടുന്ന സാഹചര്യത്തിൽ 4 ജീവനക്കാരെ മാത്രം പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടി പ്രഹസനമാണ്. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് DCC ജനറൽ സെക്രട്ടറി R ഗണേശൻ ആവശ്യപ്പെട്ടു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുള്ള ഈ വിഷയത്തിൽ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ട് മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉള്ള നടപടികൾ ഉണ്ടായിട്ടുള്ളത്. 4 താൽക്കാലിക ജീവനക്കാർ മാത്രമാണോ ഈ നടന്നിട്ടുള്ള അഴിമതികൾക്കും ക്രമക്കേടുകൾക്കുമെല്ലാം ഉത്തരവാദികൾ? അത് തീർച്ചയായിട്ടും ഇതിൽ ഭരണസമിതിക്ക്, ഇടതുപക്ഷത്തിൻ്റെ ഭരണസമിതിക്കും പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവർക്ക് ഇതിൽ നല്ല പങ്കുണ്ട്. താൽക്കാലിക ജീവനക്കാരുടെ തലയിൽ ഇത് കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന് പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറി അടക്കമുള്ളവർ കരുതുന്നുണ്ടെങ്കിൽ ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിഷയത്തിൽ തുടർ നടപടി വൈകുന്ന പക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു. അയ്യപ്പൻകോവിൽ പുല്ലുമേട്ടിൽ കൃഷിയിടങ്ങളിൽ നിരോധിത കീടനാശിനി കുപ്പികൾ സാമൂഹിക വിരുദ്ധർ നിക്ഷേപിക്കുന്നതായി പരാതി. കാലാവധി കഴിഞ്ഞതും നിരോധിച്ചിരിക്കുന്നതുമായ കീടനാശിനികൾ ചാക്കിൽ കെട്ടിയാണ് വിവിധയിടങ്ങളിൽ രാത്രിയുടെ മറവിൽ സാമൂഹിക വിരുദ്ധർ നിക്ഷേപിക്കുന്നത്. അയ്യപ്പൻകോവിൽ പുല്ലുമേട് ഭാഗത്താണ് വ്യാപകമായി കൃഷിയിടങ്ങളിൽ മാലിന്യങ്ങളും നിരോധിത കീടനാശിനികളും തള്ളുന്നത്. രാത്രിയുടെ മറവിലാണ് ടൺ കണക്കിന് മാലിന്യങ്ങളും കീടനാശിനികളും ചാക്കിൽ കെട്ടിയ നിലയിൽ സാമൂഹിക വിരുദ്ധർ വിവിധയിടങ്ങളിൽ തള്ളുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മുടെ പറമ്പിലെങ്കിൽ ഇതുപോലെ കണ്ടവാനും വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചപ്പോൾ ഇതുപോലെ മരുന്നാണ്. അത് പൊട്ടിക്കാത്ത കേസ് കണക്കിന് മരുന്നുകൾ എക്സ്പയറി ആയത് 2021-ലും 19-ലും കേസ് കണക്കിന് മരുന്ന് എക്സ്പയറി ആയത് ആരോ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിരിക്കുകയാണ്. അതിനെതിരെ അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് പറയുവാനായിട്ടുള്ളത്. കീടനാശിനികളിൽ പലതും കാലാവധി കഴിഞ്ഞതും നിരോധിച്ചവയുമാണ്. കൂടാതെ ഇവയിൽ നിന്നും വലിയ രീതിയിലുള്ള ദുർഗന്ധവും പ്രദേശവാസികൾക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നു. ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.
ലഹരിവിരുദ്ധ പരിപാടികളുടെ ഭാഗമായി തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ NCC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. തങ്കമണി ടൗണിലേക്ക് നടന്ന കൂട്ടയോട്ടം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സജീവ് കുമാർ MD ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ പരിപാടികളുടെ ഭാഗമായി റാലി, തെരുവ് നാടകങ്ങൾ, ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ലഹരി വിരുദ്ധ പോസ്റ്റർ മത്സരങ്ങൾ, കൂട്ടയോട്ടം, സെമിനാറുകൾ തുടങ്ങി വിപുലമായ പരിപാടികളാണ് തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ NCC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. ഇതിന്റെ ഭാഗമായാണ് തങ്കമണി ടൗണിലേക്ക് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. തങ്കമണി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സജീവ് കുമാർ MD ലഹരി വിരുദ്ധ സന്ദേശം നൽകിക്കൊണ്ട് കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. വരുന്ന ഒരു തലമുറയ്ക്ക് ഭീകരമായ ഈ ഒരു മദ്യവും മയക്കുമരുന്ന് പോലുള്ള ലഹരിക്ക് അടിമപ്പെട്ട് ജീവനം വഴിമുട്ടി പോകുന്ന ആളുകളുടെ കൈപിടിച്ച് ഉയർത്തുവാനും അവരെ നേർവഴിക്ക് നടത്തുവാനും നിങ്ങളുടെ ഈ യൂണിഫോം ഉള്ള ഈ കേഡറ്റ്സുകൾക്ക്, ഈ NCC കേഡറ്റ്സുകൾക്ക്, ഈ യൂണിഫോം ധാരികളായി നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാർക്കോട്ടിക്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക്സ് സബ്സ്റ്റാൻസസ് ആക്ട് എന്ന വിഷയത്തെക്കുറിച്ച് വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡിജോ ദാസ് ക്ലാസ് നയിച്ചു. പക്ഷേ ഇപ്പോഴും നമുക്ക് ഇത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് മരണത്തെ കുറിച്ചാണ്, ക്യാൻസറിനെ കുറിച്ചാണ്. പുകവലിച്ചാൽ, മദ്യപിച്ചാൽ ലിവർ സിറോസിസ് മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരിക്കും നിങ്ങൾ 8ാം ക്ലാസ് തരുന്ന കുട്ടികളാണ്, കുറച്ച് മുതിർന്ന് വന്നു. അപ്പൊ ഞാൻ എന്റെ ശാസ്ത്രത്തിൽ ഒത്തിരി പോകുന്നില്ല, എങ്കിൽ കുറച്ചായിട്ട് പറയാം. എന്തുകൊണ്ട് ലഹരി വസ്തു ഉപയോഗിക്കരുത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ശാസ്ത്രീയമായ അറിവുണ്ടാകണം, സയന്റിഫിക്കായ അറിവുണ്ടാകണം. സയന്റിഫിക്കായ അറിവ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി ലഹരി വസ്തു ഉപയോഗിക്കുക എന്ന് പറയുന്നത് തലച്ചോറിന്റെ തകരാറ് മൂലമാണ്. തലച്ചോറിന്റെ തകരാറാണ്. അപ്പോൾ ഇത് കുഴപ്പമില്ല, ഇതൊരു രോഗാവസ്ഥയാണ്. അല്ലാതെ കയ്യിൽ കാശുള്ളത് കൊണ്ടോ, ഭാര്യയും മക്കളെ സ്നേഹമില്ലാത്തത് കൊണ്ടോ, കുടുംബത്തെ കുറിച്ച് ചിന്തയില്ലാത്തത് കൊണ്ടോ കാണിക്കുന്ന തോന്നിയവാസം. എക്സൈസ് വകുപ്പ് തയ്യാറാക്കിയ കരുതൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായുള്ള കൈപ്പുസ്തകം സീനിയർ അസിസ്റ്റന്റ് ബിജു തോമസിനും കുട്ടികൾക്കായി തയ്യാറാക്കിയ കവചം കൈപ്പുസ്തകം സ്കൂൾ ചെയർമാൻ ആശിഷ് സോജനും എക്സൈസ് ഓഫീസർ ബിനു ജോസഫ് കൈമാറി. NCC കേഡറ്റുകളായ അലോണ മരിയ, അബിൻ സുനീഷ്, അനുഗ്രഹ ബിജോ, ബ്രിട്ടോ ബിന്നി എന്നിവർ നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ പ്രവർത്തകർക്കായി പച്ചക്കറി മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ സഹായത്തോടെയാണ് നേച്ചർ ഫ്രഷ് എന്ന പേരിൽ പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെ ശേഖരിച്ച ന്യായവിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലാ മിഷന്റെ കീഴിൽ ആരംഭിക്കുന്ന വെജിറ്റബിൾ കിയോസ്കാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഒരു വെജിറ്റബിൾ കിയോസ്കാണ് കട്ടപ്പന ബ്ലോക്കിന്റെ കീഴിലുള്ള വെജിറ്റബിൾ കിയോസ്കാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംരംഭകരുടെ, കുടുംബശ്രീ സംരംഭകർക്ക് വിപണി കണ്ടെത്തി കൊടുക്കുക എന്നാണ്. കൃഷി ജൈവങ്ങളിൽ ഉൽപ്പാദിക്കുന്ന പച്ചക്കറികൾ വിറ്റഴിക്കാനും, അതുപോലെ നമുക്കിവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 25ഓളം സംരംഭകരുണ്ട്. അവരുടെ പ്രൊഡക്റ്റുകളാണ് ഉപയോഗിക്കുന്ന ഫുഡ് ഐറ്റംസുകളും ഷാമ്പൂ, അങ്ങനെ വ്യത്യസ്തങ്ങളായ അവരുടെ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും ഇവിടെ ഒരു വിപണി, സ്ഥിര വിപണിയായിട്ട് തന്നെ നമ്മളിവിടെ പ്രവർത്തിക്കും. അത് നമ്മൾ കുടുംബശ്രീ ഒരാളെ എഗ്രിമെന്റ് പ്രകാരം നമ്മൾ ഒരാൾക്ക് വിട്ടുകൊടുക്കുകയാണ്. അവരാണ് ഇതിന് നടത്തിക്കൊണ്ട് മുന്നോട്ട് നയിക്കുന്നത്. പരിപാടിയിൽ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമോദ് ജോസഫ്, ജോമോൻ വെട്ടിക്കാലായിൽ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന കാടമ്മം വാലിയുടെയും ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന ടൗണിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓട്ടോറിക്ഷകളിൽ സ്ഥാപിക്കാൻ ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ വിതരണം ചെയ്തു. നഗരസഭാ അധ്യക്ഷ ബീന ടോമി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ D ഉല്ലാസ് ക്ലാസുകൾ നയിച്ചു. നഗര ഗ്രാമവീഥികളിൽ സജീവമായി കാണുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ സമൂഹത്തിലെ വിവിധ സാമൂഹിക പ്രവർത്തനങ്ങളിൽ മുൻനിരയിലുണ്ട്. അപകടങ്ങളിൽ പലപ്പോഴും അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ്. അപകടത്തിൽപ്പെട്ടവർക്ക് പ്രാഥമിക ചികിത്സ നൽകാൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ നൽകുന്നത്. ഡിസ്ട്രിക്ട് 318C റീജിയൺ 3ന്റെ നേതൃത്വത്തിൽ ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന കാടമ്മം വാലിയും ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന ടൗണും നടത്തിയ ഫസ്റ്റ് എയ്ഡ് ബോക്സ് വിതരണം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു.
ഗതാഗത നിയമങ്ങളെക്കുറിച്ചും റോഡുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കാം എന്നതിനെക്കുറിച്ചും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഡി ഉല്ലാസ് ക്ലാസുകൾ നയിച്ചു. റോഡിന്റെ നമ്മൾ ക്ലാസ്സിൽ ഏറ്റവും ആദ്യം നമുക്ക് ടീച്ചർ പറഞ്ഞിരുന്നത് എന്താ, റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കണം. വാഹനങ്ങൾ പോകേണ്ടതില്ല ഇടത് സൈഡിൽ. എല്ലാവരും ഇടത് സൈഡിൽ ചേർന്നാണ് വാഹനം ഓടിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ എല്ലാവരും വാഹനം ഓടിക്കുന്നത് റോഡിന്റെ സെൻട്രൽ ലൈനോട് ചേർന്നായിരിക്കും. ഹോൺ അടിച്ചാൽ പോലും വണ്ടിയൊന്നും മാറ്റി തരത്തില്ല പകുതി പേര്, അല്ലേ? എല്ലാവർക്കും ഒരു എന്താ, അച്ഛൻ കഴിഞ്ഞാൽ കയറി പോയാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ സൈഡ് കൊടുക്കുന്നില്ല, ഞാൻ ഒതുക്കുമ്പോൾ കയറി പോയാൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും മാറ്റേണ്ട നമ്മുടെ മനോഭാവം, റോഡിലെ നമ്മുടെ മനോഭാവം, അതാണ് നമ്മൾ ആദ്യം കൈകാര്യം ചെയ്യുന്നത്. ഫസ്റ്റ് എയ്ഡ് ബോക്സുകളുടെ ഉപയോഗത്തെക്കുറിച്ച് പാലിയേറ്റീവ് കെയർ സെക്കൻഡറി നഴ്സ് ബിൻസി സെബാസ്റ്റ്യൻ ബോധവൽക്കരണം നൽകി. പരിപാടികൾക്ക് ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന കാടമ്പമ്പാലി പ്രസിഡന്റ് PM ഫ്രാൻസിസ്, സെക്രട്ടറി റിജി പെയ്യപ്പള്ളി, റീജിയൻ ചെയർമാൻ രാജീവ് ജോർജ്, ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന ടൗൺ പ്രസിഡന്റ് ജോബിൻ ജോസ്, ക്യാബിനറ്റ് അംഗം റിജി കോഴിമല, കാടമ്പമ്പാലി ട്രഷറർ MD ജോർജ് എന്നിവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കുടുംബശ്രീ ജില്ലാ മിഷന്റെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് 10ാം വാർഷികത്തിലേക്ക്. അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള അഭയ കേന്ദ്രം എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിച്ച പദ്ധതിയാണിത്. 365 ദിവസവും 24 മണിക്കൂർ സേവനം സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് വഴി ലഭിക്കുന്നു. സമൂഹത്തിന്റെ വിവിധ കോണുകളിലേക്ക് സ്നേഹിതയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അംഗങ്ങൾ. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ 2015 തങ്കമണിയിലാണ് സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചത്. സ്ത്രീകളോടുള്ള വിവേചനം പല രീതിയിലും പല മേഖലകളിലും പ്രകടമാണ്. അത്തരത്തിലെ സമകാലീന സംഭവങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചകളും വിവാദങ്ങളിലേക്കും നീങ്ങുന്നു. തൊഴിൽ പങ്കാളിത്തത്തിലും സ്ത്രീകൾ ഏർപ്പെടുന്ന തൊഴിലിന്റെ സ്വഭാവത്തിലും തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ കൂലി വ്യവസ്ഥയിലുമെല്ലാം വിവേചനവും പലതരത്തിലുള്ള അക്രമങ്ങളും പ്രതിഫലിച്ചു കാണാൻ സാധിക്കും. ഇത്തരത്തിൽ വിവിധ അതിക്രമങ്ങൾക്ക് ഇരയാക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള അഭയകേന്ദ്രമാണ് സ്നേഹിത. അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി സേവനം എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇടുക്കി കുടുംബശ്രീ ജില്ലാ മിഷനിൽ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ട് 10 വർഷം തികയുന്ന ഈ വേളയിൽ നമ്മുടെ ജില്ലയിൽ നിന്നും ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾക്ക് വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കുന്ന കുട്ടികൾക്ക് സ്ത്രീകൾക്കും താൽക്കാലികമായിട്ടുള്ള അഭയം നൽകുക, കൗൺസിലിംഗ്, അതോടൊപ്പം തന്നെ മാനസിക പിന്തുണ നൽകുക എന്നീ സേവനങ്ങളാണ് സ്നേഹിത വഴി പരമമായി നമ്മൾ ചെയ്യുന്നത്. സ്നേഹിതയുടെ വിവിധ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ വിവിധ കോണുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അംഗങ്ങൾ. K-Focus കുടുംബശ്രീ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിശീലന പരിപാടിയാണ് K-Focus. ഇത് പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള പരിപാടിയാണ്. ഇതിൽ സ്നേഹിതയിലെ 10 വർഷത്തെ അനുഭവ സമ്പന്നരായ ജീവനക്കാരും ജെൻഡർ വിഭാഗത്തിലെ പ്രവർത്തകരും ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ഇവരുടെ കാര്യശേഷി വർധനവിനുള്ള പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നതാണ്. അടുത്തതായി തന്മ എന്നൊരു പ്രോജക്റ്റാണ്. തന്മ എന്നാൽ ചെറു മാറ്റങ്ങളിലൂടെ പെരുമാറ്റത്തിലേക്ക് എന്ന ടാഗ്ലൈനോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് തന്മ. ഇതിൽ നമ്മൾ ട്രൈബൽ വിഭാഗത്തിലെ കുട്ടികളെയാണ് ലക്ഷ്യമിടുന്നത്. അവർ ഹോസ്റ്റലുകളിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റെസിഡൻഷ്യൽ സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു അധ്യയന വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന വിവിധ പരിശീലനങ്ങൾ അടങ്ങിയ ഒരു പാക്കേജാണ് തന്മ. ഇതിലൂടെ അവർക്ക് സമഗ്രമായ വ്യക്തിത്വ വികസനവും കാര്യശേഷി വർധനവുമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. കൗൺസിലിംഗ്, നിയമസഹായം, അത്യാവശ്യ ഘട്ടങ്ങളിൽ വൈദ്യസഹായം, അതിക്രമങ്ങളെ തുടർന്ന് വീട് വിട്ടിറങ്ങിയവർക്കും യാത്രക്കിടയിൽ ഒറ്റപ്പെട്ടു പോയവർക്കും താൽക്കാലിക അഭയം, അതിജീവിതത്തിനും ഉപജീവനത്തിനുമുള്ള മാർഗം കണ്ടെത്തുന്നതിനുള്ള സഹായം, മാനസിക പിന്തുണ, പ്രചോദന ക്ലാസുകൾ, സ്ത്രീ സുരക്ഷ, ലിംഗസമത്വം, കടമകൾ, ഭരണഘടനാപരമായ അവകാശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കൽ, 24 മണിക്കൂർ ടെലി കൗൺസിലിംഗ്, വിവിധ ആവശ്യങ്ങളുമായി കേന്ദ്രത്തെ സമീപിക്കുന്നവർക്ക് തുടർ സേവനം ലഭ്യമാക്കുക,
മനുഷ്യക്കടത്തിന് ഇരയാകുന്നവർക്ക് പിന്തുണ തുടങ്ങിയവയാണ് സ്നേഹിതയിലൂടെ ലഭ്യമാകുന്ന സേവനങ്ങൾ. 180042522667 എന്ന നമ്പറിൽ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടാവുന്നതാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കുമളി സ്പൈസ് മോർ ട്രേഡിംഗ് കമ്പനി ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 212. വിൽപ്പനയ്ക്ക് വന്നത് 55,555. വിൽപ്പന നടന്നത് 54,982. കൂടിയ വില 2,702. ശരാശരി വില 2,292. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 645 രൂപ. ഏലം കൂടിയ വില 2,150. ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360. ഗ്രാമ്പു 975. കൊക്കോ 80. റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,694 രൂപ. വെള്ളി 93. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ബൈസൺ വാലി ചൊക്രമുടിയിലെ അനധികൃത കയ്യേറ്റം തടയാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് കോൺഗ്രസ്. നിലവിലെ അവസ്ഥയിൽ കയ്യേറ്റം തുടർന്നാൽ വൻ ദുരന്തത്തിന് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും. അനധികൃത കയ്യേറ്റത്തിന് കൂട്ടുനിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നേതൃത്വം. കട്ടപ്പന ഇടുക്കിക്കവല പള്ളിക്കവല ബൈപ്പാസ് റോഡിന്റെ സമീപത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നടപടി ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ നേരിടുന്ന പ്രതിസന്ധി HCN വാർത്തയാക്കിയിരുന്നു. ഇതേ തുടർന്ന് ഹൗസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വണ്ടിപ്പെരിയാർ വെള്ളക്കടവിൽ കാട്ടാനക്കൂട്ടമെത്തി. ഓണത്തിന് വിളവെടുക്കാൻ പാകമായിരുന്ന 1/2 ഏക്കറോളം സ്ഥലത്തെ വാഴകൃഷിയെ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ബാങ്ക് ജപ്തിയെ തുടർന്ന് കിടക്കുന്ന സ്ഥലത്തെ മലമൂത്ര വിസർജനം തടയാൻ നടപടിയുമായി നഗരസഭ. വിഷയത്തിൽ ബാങ്കിന് നോട്ടീസ് നൽകുമെന്ന് നഗരസഭാ സെക്രട്ടറി. പൊതു ഇടങ്ങളിലെ മലമൂത്ര വിസർജനത്തിനെതിരെ നഗരസഭാ ആരോഗ്യ വിഭാഗം ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന വൈസ് ചെയർമാൻ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.